പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് കണ്ണ് മറ്റൊരു പ്രദേശത്തേക്ക് വീഴുന്നത്. ഇറാൻ യുദ്ധത്തിനിടയിലും ചൂടേറിയ ചർച്ചയാവുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹമാണ്. ഗ്രീൻലാൻഡ് ആ അവകാശവാദത്തെ തള്ളിക്കളയുകയും ലോകരാജ്യങ്ങൾ വിമർശിക്കുകയും ചെയ്ത വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും മീമുകളും നിറയുന്നു. അപ്പോഴും ട്രംപ് അവകാശവാദം പിൻവലിക്കുന്നില്ല, ആവർത്തിക്കുകയാണ്. ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള മാർഗമായി സൈനിക ബലപ്രയോഗം നടത്താനുള്ള സാധ്യത നേരത്തെ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. പകരം വില കൊടുത്ത് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇറാനുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ്. യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ്. ഇറാൻ യുദ്ധകാലത്ത് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയെ സഹായിക്കാൻ മടിച്ച യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള പ്രതികാരം കൂടിയാണ് ഗ്രീൻലാൻഡ് വിഷയത്തിലെ ട്രംപിന്റെ നിലപാട്. നാറ്റോയിലെ പ്രധാന സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ ഭൂമിയിൽ കണ്ണു വെക്കുന്നതിലൂടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത രാജ്യങ്ങളെ അമേരിക്ക ഇനി സംരക്ഷിക്കില്ല എന്ന കർശന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ ആയുധങ്ങൾക്കായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന നയത്തിൽ നിന്ന് പിന്മാറാനും പ്രേരിപ്പിക്കുന്നു. സ്വന്തം പ്രതിരോധത്തിനായി ഫ്രാൻസും ജർമ്മനിയും അടങ്ങുന്ന രാജ്യങ്ങൾ ഒരു പുതിയ സഖ്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അമേരിക്കൻ ആധിപത്യത്തിന് വരാനിരിക്കുന്ന വലിയ തിരിച്ചടി കൂടിയാണ്. ട്രംപ് ദാവോസിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് യുഎസിന്റെ ഗ്രീൻലാൻഡ് കച്ചവടം എങ്ങനെയാകുമെന്ന ചർച്ചകൾ ഉയർന്നത്. നിലവിൽ 3 സാധ്യതകളാണുള്ളത്. ആദ്യത്തേത് പണം കൊടുത്തു വാങ്ങുക എന്നുള്ളത്. രണ്ടാമത്തേത് കരാറിൽ ഏർപ്പെടുകയോ US ടെറിട്ടറി ആക്കുകയോ ചെയ്യുക. ഇനി മൂന്നാമത്തേത് സൈനികമായി കീഴടക്കുക എന്നതാണ്. ദേശീയ സുരക്ഷ ഉറപ്പാക്കാനാണ് ദ്വീപിൽ അവകാശവാദം ഉന്നയിക്കുന്നതെന്നാണ് യുഎസിന്റെ വാദം. ആർട്ടിക് മേഖലയിൽ വളർന്നു വരുന്ന റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുവത്രേ. US ലക്ഷ്യമാക്കി ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ അയക്കുന്ന മിസൈൽ ആർട്ടിക് കടന്ന് ഗ്രീൻലാൻഡിന് മുകളിലൂടെ ആയിരിക്കും വരുന്നതെന്നും US കണക്ക് കൂട്ടുന്നുണ്ട്. നിലവിൽ സൈനിക താവളം പ്രവർത്തിക്കുന്നതിലൂടെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുള്ള ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം US സുരക്ഷയ്ക്ക് സുപ്രധാനമാണ്. റഷ്യ, ചൈന പോലുള്ള ശക്തമായ രാജ്യങ്ങൾ അവിടെ ചുവടുറപ്പിച്ചാൽ അത് US-ന് ഭീഷണിയാകും. എന്തെങ്കിലും റഷ്യയുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ റഷ്യയുമായി കൂടുതൽ അടുത്തുള്ള ഗ്രീൻലാൻഡ് ഉപകാരപ്പെടുമെന്നും അമേരിക്ക മനക്കണക്ക് കൂട്ടുകയാണ്. കൂടാതെ ജനവാസമില്ലാത്ത വിപുലമായ പ്രദേശങ്ങളിൽ പുതിയ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുക എന്നതും US-ന്റെ ലക്ഷ്യമാണ്. റഷ്യയും ഡെൻമാർക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രദേശത്ത് ധാതു പര്യവേക്ഷണം ആരംഭിച്ചതും US ഭയത്തോടു കൂടിയാണ് കാണുന്നത്. ഗ്രീൻലാൻഡിന്റെ അളവറ്റ ധാതു നിക്ഷേപമാണ് US-നെ ആകർഷിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം. അത്യപൂർവ ധാതുക്കളുടെയും എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെയും ഇനിയും ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന വമ്പൻ നിക്ഷേപമാണ് ഗ്രീൻലാൻഡിലുള്ളത്. യുറേനിയം, ഇരുമ്പയിര്, സിങ്ക്, ചെമ്പ്, സ്വർണം എന്നിവയുടെ വൻ നിക്ഷേപവും പെട്രോളിയവും ഉണ്ട്. ലോകത്തെ 50 അപൂർവ ധാതുക്കളിൽ 43 എണ്ണവും ഗ്രീൻലാൻഡിലാണ്. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ മുതൽ അത്യാധുനിക മിസൈലുകൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വരെ ആവശ്യമായ അപൂർവ ധാതുക്കൾ ഇതിൽ പെടുന്നവയാണ്. നിലവിൽ ധാതു സമ്പത്തിലെ മേധാവിത്വം ചൈനയ്ക്കാണ്. ഗ്രീൻലാൻഡിന്റെ ധാതുക്കൾക്കു മേലുള്ള അവകാശം കൈയടക്കിയാൽ ഇലക്ട്രോണിക്സ് സാങ്കേതിക മേഖലയിലെ ചൈനീസ് ആധിപത്യം US-ന് അവസാനിപ്പിക്കാനാകും. ആഗോള താപനം മൂലമുള്ള ചില സാധ്യതകളും US മുന്നിൽ കാണുന്നുണ്ട്. ആർട്ടിക് മഞ്ഞുരുകുന്നത് മൂലം വികസിച്ചേക്കാവുന്ന കപ്പൽപാത വലിയൊരു പ്രതീക്ഷയാണ്. ഇതോടെ വടക്കൻ അറ്റ്ലാന്റിക്കിനെയും പസഫിക്കിനെയും ബന്ധിപ്പിക്കുന്ന സഞ്ചാരപാത കൂടുതൽ സഞ്ചാരയോഗ്യമാകും. പനാമ കനാലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാകും. ഇത് ലോകത്തെ ചരക്ക് ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും. ഗ്രീൻലാൻഡ് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ഭൂപ്രദേശം മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിന്റെ ആഗോളാധിപത്യം നിലനിർത്താനുള്ള ഒരു പ്രധാന ഘടകം കൂടിയാണ്. റഷ്യയെയും ചൈനയെയും പ്രതിരോധിക്കാനുള്ള സൈനിക താവളമായും സാങ്കേതിക മേഖലയിലെ ശക്തിയാകാനുള്ള വിഭവ സ്രോതസ്സായും ഗ്രീൻലാൻഡിനെ ട്രംപ് ഭരണകൂടം നോക്കിക്കാണുന്നു. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും നിലവിലുള്ള നയതന്ത്ര സൗഹൃദങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ്. മഞ്ഞുരുകുന്നതിനനുസരിച്ച് ഗ്രീൻലാൻഡിന്റെ രാഷ്ട്രീയ താപനിലയും ഉയരുകയാണ്. ഇത് വരാനിരിക്കുന്ന ഒരു പുതിയ ആർട്ടിക് ശീതയുദ്ധത്തിന്റെ തുടക്കമാകാനും സാധ്യതയുണ്ട്. എന്തായാലും ട്രംപ് ഗ്രീൻലാൻഡിന് മേൽ കണ്ണുവെച്ച് കഴിഞ്ഞിരിക്കുന്നു.